ഹലോ മൈ ഡിയർ സ്റ്റുഡൻസ്, ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയിലെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി നമ്മൾ 9ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്ററായ ഓൺ ദ റൂഫ് ഓഫ് ദ വേൾഡ്, ലോകത്തിന്റെ നെറുകയിൽ എന്ന പാഠഭാഗത്തിലെ 5ാമത്തെ ഭാഗമാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ആദ്യത്തെ 4 ഭാഗങ്ങൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വീഡിയോ. അത് കാണാത്തവർ അത് കാണാനായിട്ട് ശ്രമിക്കുക. അതിന് തുടർച്ചയായിട്ടാണ് ഈ ക്ലാസ്സുകൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ച കാര്യങ്ങളൊന്ന് സമ്മറൈസ് ചെയ്യാം. നോർത്തേൺ മൗണ്ടെയിൻ റേഞ്ചസ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പറഞ്ഞത്. അതിൽ വെസ്റ്റേൺ ഹിമാലയ, സെൻട്രൽ ഹിമാലയ, ഈസ്റ്റേൺ ഹിമാലയ, അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത്. പടിഞ്ഞാറൻ ഹിമാലയം, മധ്യ ഹിമാലയം, അതുപോലെ തന്നെ കിഴക്കൻ ഹിമാലയം, ഇതാണ് കഴിഞ്ഞ ക്ലാസ് നമ്മൾ പഠിച്ചത്. ഇന്ന് നമ്മൾ ഹിമാലയ പർവ്വത പ്രദേശത്തിലെ കാലാവസ്ഥയെക്കുറിച്ചാണ് പഠിക്കാനായിട്ട് പോകുന്നത്. ഇതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. 5 മാർക്കിനോ 6 മാർക്കിനുള്ള എസ്സേക്കായിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഒരു ടോപ്പിക്കും ഇന്ന് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. എല്ലാം നല്ല രീതിയിൽ തന്നെ നിങ്ങൾ പഠിച്ചിരിക്കണം. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഹിമാലയ പർവ്വത പ്രദേശങ്ങളിലെ കാലാവസ്ഥ അതത് പ്രദേശത്തിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അതായത് ഏത് ഒരു സ്ഥലമാണോ അതിനനുസരിച്ച് ഇതിന്റെ ഉയരം, അതുപോലെ തന്നെ ഭൂപ്രകൃതി, ഇതിനനുസരിച്ച് ക്ലൈമറ്റ് വ്യത്യാസപ്പെട്ടിരിക്കുന്നു, കാലാവസ്ഥ. ഹിമാലയവും തുടർ പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിൽ ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നു. ഹിമാലയവും തുടർ പർവ്വതങ്ങളും നമുക്കറിയാം, ഹിമാലയ പർവ്വതത്തിൽ ഒരുപാട് പർവ്വതങ്ങൾ ചേർന്നാണ് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിൽ ഒരു കാലാവസ്ഥ വിഭാജകം തീർക്കുന്നു. താരതമ്യേന ഉയരം കുറഞ്ഞ പർവ്വത ചെരികളിലും സിവാലിക് മലയടിവാരങ്ങളും മിതോഷ്ണ കാലാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. ഉയരം കുറഞ്ഞ പർവ്വത ചെരികളിലും അതുപോലെ തന്നെ സിവാലിക് മല അടിവാരങ്ങൾ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് എന്താണ് സിവാലിക് എന്ന്. അവിടെ മിതോഷ്ണ കാലാവസ്ഥയാണ്. ഉയരം കൂടിയ പർവ്വതഭാഗങ്ങളിൽ കുറഞ്ഞ താപനിലയും ശൈത്യ കാലാവസ്ഥയും ആയിരിക്കും. ഉയരം കുറഞ്ഞ പർവ്വതഭാഗങ്ങളിലാണെങ്കിൽ അവിടെ താപനില കുറവായിരിക്കും, അതുപോലെ ശൈത്യമായിരിക്കും അവിടെ ഉണ്ടായിരിക്കുക. ഉയർന്ന പർവ്വതഭാഗങ്ങളിലും ലഡാക്ക് മേഖലയിലും ധ്രുവസമാന രീതിയിലുള്ള ശൈത്യ കാലാവസ്ഥ അനുഭവപ്പെടുന്നു. ഇനി ഉയർന്ന പർവ്വതഭാഗങ്ങൾ, ലഡാക്ക് പോലെയുള്ള മേഖലകളിലും ധ്രുവസമാനമായ രീതി നല്ല തണുപ്പായിരിക്കും അവിടെ ഉണ്ടാവുക, ശൈത്യ കാലാവസ്ഥ. സിവാലിക് മലനിരകളിലെ തെക്കൻ കിഴക്കൻ ചെരിവുകളിലും വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മഴ ലഭിക്കുന്നു. നമ്മുടെ മഴക്കാലം എന്ന് പറയുന്ന പോലെ സിവാലിക് മലനിരകളിലെ തെക്കൻ ചെരിവിലും അതുപോലെ വടക്ക് കിഴക്കൻ ഇന്ത്യയിലും തെക്ക് പടിഞ്ഞാറ് മൺസൂൺ മഴ ലഭിക്കുന്നു. പർവ്വതങ്ങളിലെ ഉയരമേറിയ ഭാഗങ്ങളിൽ മഞ്ഞ് വീഴ്ച സാധാരണമാണ്. അപ്പോൾ പർവ്വതങ്ങളിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം, നമുക്കറിയാം ഹിമാലയ മൗണ്ടൻസ് ഒക്കെ പറയുമ്പോൾ മഞ്ഞാണെന്നറിയാം. ആ ഭാഗങ്ങളിൽ എന്ത് കൂടുതലാണ്? മഞ്ഞ് വീഴ്ച സാധാരണമാണ്. Climate in Himalaya. The Himalayas forming India's northern boundary along with other continuous mountains together makes climate divided between the Indian subcontinent and Central Asia. അതായത് ഇന്ത്യയുടെ വടക്കേ അതിരായ ഹിമാലയ പർവ്വതം അതുപോലെ തന്നെ തുടർന്ന പർവ്വതങ്ങളും ചേർന്ന് ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിനും മധ്യേഷ്യയ്ക്കും ഇടയിലാണ് ഒരു കാലാവസ്ഥ വിഭാജകം ഉണ്ടായിരിക്കുന്നത്, ഒരു ക്ലൈമാറ്റിക് ഡിവൈഡ് ഉണ്ടായിരിക്കുന്നത്. The climate of Himalayan mountain zone varies according to the elevation and topography of the respective part of the region. അതുപോലെ തന്നെ ഹിമാലയ മൗണ്ടൻ റേഞ്ചസിന്റെ കാലാവസ്ഥ എന്ന് പറയുന്നത് ആ പ്രദേശത്തിന്റെ ഉയരവും അതിന്റെ ടോപ്പോഗ്രഫിക്ക് അനുസരിച്ച്, ഉയരവും അതുപോലെ തന്നെ അതിന്റെ ഉയരത്തിനും ഭൂപ്രകൃതിക്കും അനുസരിച്ചായിരിക്കും കാലാവസ്ഥ ഉണ്ടാവുക. മൈൽഡ് ക്ലൈമറ്റ് പ്രിവൈൽസ് along the lower mountain slope and Shivalik foot hills. ഷിവാലിക് ഫുഡ് ഹിൽസിലും അതുപോലെ തന്നെ ലോവർ മൗണ്ടൻ സ്ലോപ്സിലും മൈൽഡ് കാലാവസ്ഥയായിരിക്കും ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഹയർ എലിവേഷൻസ് കൺസിഡറബിളി ലോ ടെമ്പറേച്ചർ ആൻഡ് വിന്റർ ക്ലൈമറ്റ്. അതായത് ഉയരം കൂടിയ പ്രദേശങ്ങളിലാണെങ്കിൽ ലോ ടെമ്പറേച്ചറും വിന്റർ ക്ലൈമറ്റും ആയിരിക്കും. എക്സ്ട്രീംലി ഹൈ ഓൾട്ടിറ്റ്യൂഡ്സ് ഇൻ ലഡാക്ക് റീജിയൻ ആൻഡ് പോൾസ് ലൈക്ക് എക്സ്ട്രീം വിന്റർ ക്ലൈമറ്റ് ഇൻ എക്സ്പീരിയൻസ്. അതായത് ലഡാക്ക് പോലുള്ള പ്രദേശങ്ങൾ അതുപോലെ ഉയരം കൂടിയ പ്രദേശങ്ങളിലും നല്ല ശക്തിപരമായ നല്ല വിന്റർ ക്ലൈമറ്റ് ആയിരിക്കും, നമുക്ക് എക്സ്ട്രീം വിന്റർ ക്ലൈമറ്റ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുക. Southwest monsoon rains are received along the southern slope of Shivalik ranges and northeastern India. അതുപോലെ തന്നെ സൗത്ത് വെസ്റ്റ് മൺസൂൺ എന്ന് പറയുന്ന മഴക്കാലം എവിടെ കിട്ടാറുണ്ട്? സദേൺ സ്ലോപ്പ് ഓഫ് ഷിവാലിക് റേഞ്ച് ആൻഡ് നോർത്ത് ഈസ്റ്റേൺ ഇന്ത്യ. സ്നോഫോൾ ഈസ് കോമൺ ഇൻ ദ ഹയർ റീജിയൻസ് ഓഫ് ദ മൗണ്ടെയിൻ. മൗണ്ടെയിൻ്റെ ഉയർന്ന ഭാഗങ്ങളിൽ സ്നോഫോൾ തീർച്ചയായിട്ടും ഉണ്ടാകാറുണ്ട്. ദ മൺസൂൺ വിൻഡ് ബ്ലോയിങ് ഫ്രം ദ ബേ ഓഫ് ബംഗാൾ trapped in between the Assam Himalayas and Purvachal Hills. അതുപോലെ തന്നെ മൺസൂൺ വിൻഡ്സ് എന്ത് ചെയ്യാറുണ്ട്? ഫ്രം ദ ബേ ഓഫ് ബംഗാൾ trapped in between the Assam Himalayas and Purvachal Hills.
ഇത് പഠിക്കേണ്ടതാണ്. നമ്മൾ പഠിച്ചു പോയ ക്ലൈമറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഡ്രെയിനേജ് സിസ്റ്റം ആണ്. ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഹിമാലയ റീജിയൻ. ഹിമാലയ റീജിയനിലെ നദീവ്യവസ്ഥ, നദികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. നമുക്കറിയാം ഹിമാലയ നദികൾ നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുള്ളതാണ്. ഏതൊക്കെയാണ് ഹിമാലയൻ നദികൾ? ഇൻഡസ്, ഗംഗ, ബ്രഹ്മപുത്ര. ഇതാണ് 3 ഹിമാലയ നദികൾ. ദീസ് റിവേഴ്സ് along with their tributaries create Himalayan drainage system. അതായത് ഹിമാലയൻ ഡ്രെയിനേജ് സിസ്റ്റം എന്ന് പറയുന്നത് ഈ 3 റിവറുകളും അതിന്റെ ട്രിബ്യൂട്ടറീസും കൂടി ചേർന്നാണ്. As these rivers are rain-fed and snow-fed, they are പെരനിയൽ ത്രൂഔട്ട് ദ ഇയർ. അതായത് ഈ ഹിമാലയൻ റിവേഴ്സിനെ മറ്റു റിവറുകൾ അപേക്ഷിച്ച് പ്രത്യേകതയുണ്ട്. എന്താണ്? അത് മഴക്കാലത്തും അതിൽ വെള്ളം ഉണ്ടായിരിക്കും, വേനൽക്കാലത്തും അതായത് ഇവിടെ വെള്ളം. എങ്ങനെയാണ് വെള്ളം ഉണ്ടാവുന്നത്? റെയിൻഫെഡ് എന്ന് പറയും മഴ പെയ്ത് കിട്ടുന്ന വെള്ളം, സ്നോഫെഡ് എന്ന് പറയുമ്പോഴോ മഞ്ഞുരുക്കി കിട്ടുന്ന വെള്ളം. അതുകൊണ്ട് ഹിമാലയൻ റിവേഴ്സ് ഒരിക്കലും എന്ത് ചെയ്യാറില്ല? വറ്റിപ്പോകാറില്ല. ഫുൾ ടൈം ഇവിടെ എന്തുണ്ടായിരിക്കും? വെള്ളം ഉണ്ടായിരിക്കും. These rivers have turbulent flow in their mountainous courses. അതായത് മൗണ്ടൻ റീജിയനിൽ ഇതിന് റിവേഴ്സിന് വളരെ ശക്തമായ ഒഴുക്കാണ് ഉണ്ടാവാറുള്ളത്. ഫ്ലഡിംഗ് ആൻഡ് ചാനൽ ഡീവിയേഷൻസ് ആർ കോമൺ ഇൻ ദിസ് പ്ലെയിൻസ്. അതുപോലെ തന്നെ ഫ്ലഡിംഗ് ഉണ്ടാവാറുണ്ട്. അതുപോലെ ഗതിമാറി ഒഴുകുക, നദികൾ ഗതിമാറി ഒഴുകുന്ന രീതിയൊക്കെ ഈ പ്ലെയിൻസിൽ ഉണ്ടാവാറുണ്ട്. ദീസ് റിവേഴ്സ് ക്രിയേറ്റ് ലാൻഡ് ഫോംസ് സച്ച് ആസ് വി ഷേപ്ഡ് വാലീസ്, ഗോർജസ് ആൻഡ് വാട്ടർഫോൾസ്. അതുപോലെ തന്നെ ഈ ലാൻഡ് ഫോംസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഈ ഒരു ഹിമാലയൻ റിവേഴ്സ്. ഏതൊക്കെയാണ്? വി ഷേപ്ഡ് വാലീസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, ഗോർജസ് ക്രിയേറ്റ് ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ വാട്ടർഫോൾസും ക്രിയേറ്റ് ചെയ്യാറുണ്ട്. ഹിമാലയ പർവ്വത പ്രദേശത്തെ നദീവ്യവസ്ഥയെക്കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കുക. നമ്മൾ പറഞ്ഞു തന്നെയാണ് സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നീ നദികളും അവയുടെ പോഷകനദികളും ചേർന്നാണ് ഹിമാലയൻ നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. 3 പ്രധാനപ്പെട്ട നദികൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര. മഴയിൽ നിന്നും മഞ്ഞുരുകിയും ജലം ലഭിക്കുന്നതിനാൽ ഇവ വർഷം മുഴുവൻ നീരൊഴുക്കുള്ള നദികളാണ്. ഞാൻ പറഞ്ഞല്ലോ, എന്ത് ചെയ്യാറില്ല? മഴ പെയ്ത് വെള്ളം ഉണ്ടാവാറുണ്ട്, മഞ്ഞുരുകിയിട്ട് വെള്ളം ഉണ്ടാവുന്നുണ്ട്, ഒരിക്കലും അത് വറ്റിപ്പോകാറില്ല. പർവ്വത പ്രദേശത്ത് അതിശക്തമായ നീരൊഴുക്കാണ് കാണാറുള്ളത്. അതായത് പർവ്വത പ്രദേശങ്ങളിലാവുമ്പോൾ എന്താണ്? നല്ല ഫ്ലോ ആയിരിക്കും ഉണ്ടായിരിക്കുക. സമതല പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും ഗതിമാരൊഴുകലും സാധാരണമാണ്. സമതല പ്രദേശങ്ങളിൽ വന്നു കഴിഞ്ഞാൽ എന്താണ്? ചില ഫ്ലഡ് ഉണ്ടാവാറുണ്ട്, അല്ലെങ്കിൽ എന്ത് ചെയ്യും? നദികൾ ഗതിമാറി ഒഴുകുന്ന രീതി ഉണ്ടാവാറുണ്ട്. ഈ നദികൾ പർവ്വത ഭാഗങ്ങൾ, വീശിയേപ്പ് താഴ്വരകൾ, അതുപോലെ തന്നെ ഗിരിയന്തരങ്ങൾ, വെള്ളച്ചാട്ടങ്ങൾ തുടങ്ങിയ ഭൂരൂപങ്ങൾ സൃഷ്ടിക്കുന്നു. ഈ നദികൾ എന്ത് ചെയ്യാറുണ്ട്? പർവ്വത ഭാഗങ്ങളിൽ രൂപ താഴ്വരകളും ഗിരിയന്തരങ്ങളും വെള്ളച്ചാട്ടങ്ങളാക്കുന്ന ഭൂരൂപങ്ങൾ, ലാൻഡ് ഫോംസ് സൃഷ്ടിക്കാറുണ്ട്. അതിപ്പോൾ നമ്മൾ ക്ലൈമറ്റ് പഠിച്ച പോലെ നദീവ്യവസ്ഥ ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും പരീക്ഷയ്ക്ക് ചോദിക്കാനായിട്ട് സാധ്യതയുണ്ട് 5 മാർക്കിന് കേട്ടോ. അടുത്തതായിട്ട് വേനൽക്കാലത്തും വെള്ളപ്പൊക്കം സാധ്യതയുള്ളതാണ് ഹിമാലയൻ നദികൾ. എന്തുകൊണ്ട്? വേനൽക്കാലം ആണെന്നുണ്ടെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്തുകൊണ്ടായിരിക്കും? മഴയിൽ നിന്നും ജലം ലഭിക്കുന്നു, മഞ്ഞുരുകി ജലം ലഭിക്കുന്നു, ഹിമാലയങ്ങൾ ഉരുകി ജലം ലഭിക്കുന്നു, ഉയർന്ന പ്രദേശങ്ങളിൽ താഴ്ന്ന പ്രദേശങ്ങളിലേക്ക് ശക്തമായ വെള്ളം ഒഴുകുന്നു, വർഷം മുഴുവൻ ജലസമൃദ്ധമാണ്. അപ്പൊ നമുക്കറിയാം ഹിമാലയൻ നദികള് ഫുൾ ടൈം എന്തുണ്ടായിരിക്കും? വെള്ളം ഉണ്ടായിരിക്കും. അടുത്തത് ഹിമാലയൻ നദികൾ അല്ലെങ്കിൽ ഹിമാലയ റിവേഴ്സ് സിസ്റ്റം. എന്താണ് ഹിമാലയൻ റിവേഴ്സ് സിസ്റ്റം? നമുക്ക് നോക്കാം. നമ്മൾ പ്രധാനപ്പെട്ട നദികൾ ഏതൊക്കെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നു? ഏതൊക്കെയായിരുന്നു? സിന്ധു നദി പഠിച്ചു, അതുപോലെ ഏതാ നമ്മൾ പറഞ്ഞത്? ഗംഗാ നദി പഠിച്ചു, അതുപോലെ ഏതായിരുന്നു? ബ്രഹ്മപുത്ര നദി. ഇതാണ് പ്രധാനപ്പെട്ട നദികളായിട്ട് നമ്മൾ 3 നദികളെ ഹിമാലയൻ റിവേഴ്സ് ആയിട്ട് പറയുന്നത്. റിവർ ഇൻഡസ്, അതുപോലെ തന്നെ റിവർ ഗംഗ, അതുപോലെ തന്നെ റിവർ ബ്രഹ്മപുത്ര. ഇതാണ് പ്രധാനമായുള്ള റിവേഴ്സ് ആയിട്ട് പറയുന്നത്. ഇനി ഇവിടെ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്ന നോക്കി കഴിഞ്ഞാൽ, ഇൻഡെക്സ് നോക്കി കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും ഹിമാലയ നദികൾ ഏതാണ്, ഉപദ്വീപീയ നദികൾ ഏതാണ്, ട്രാൻസ് ഹിമാലയ, ഹിമാലയ, കിഴക്കൻ ഹിമാലയ. ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് പഠിച്ചതാണ്. ട്രാൻസ് ഹിമാലയസും ഹിമാലയസും കിഴക്കൻ ഹിമാലയസും. ട്രാൻസ് ഹിമാലയസ് എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്, ഹിമാലയ എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്, അതുപോലെ കിഴക്കൻ ഹിമാലയം എന്ന് പറയുന്ന ഈ ഒരു ഭാഗമാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കൃത്യമായിട്ട് അത് പഠിച്ചതാണ്, ഇമ്പോർട്ടൻ്റ് ആണ്, പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോകുന്ന ഹിമാലയൻ നദികളും ഉപദ്വീപീയ നദികളും തമ്മിലുള്ള വ്യത്യാസം. ഹിമാലയൻ നദികളാണ് നമ്മുടെ ടോപ്പിക്കായിട്ട് വരുന്നത്. നമുക്ക് നോക്കാം എന്താണ് പ്രത്യേകതകൾ. മാനസരോവര തടാകത്തിനടുത്ത് ബൊഗർ ചുഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന സിന്ധു നദിയും ഇതിന്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിലെ പ്രധാന നീരൊഴുക്ക് വ്യൂഹം എന്ന് പറയുന്നത്. അതായത് റിവർ ഇൻഡസ് ഒറിജിനേറ്റിംഗ് ഫ്രം ബോക്കർചു ഹിമാനി near the Manasarova Lake. Its tributaries are important drainage system of the northwestern Himalaya. നോർത്ത് ഹിമാലയയിലെ ഏറ്റവും കൂടുതൽ എന്ത് കിട്ടാറുണ്ട്? സിന്ധു നദിക്കും അതിന്റെ പോഷക നദികളുമാണ് വടക്ക് പടിഞ്ഞാറ് ഹിമാലയത്തിൽ പ്രധാനമായ നീരൊഴുക്ക് കിട്ടുന്ന റിവേഴ്സ് എന്ന് പറയുന്നത്. ഗംഗോത്രി ഹിമാനിയിലെ ഗോമുഖിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഗംഗാ നദിയും അതിന്റെ പോഷക നദികളായ യമുന, ഘാങ്കര, ഖണ്ഡക്, കോസി തുടങ്ങിയവയുമാണ് ഉത്തരാഖണ്ഡ്, നേപ്പാൾ ഹിമാലയത്തിലെ പ്രധാനപ്പെട്ട നദികൾ എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഈ റിവേഴ്സ് ആണ് നമ്മൾ പറയുന്നത്. അവിടെയാണ് ഈ നദികളൊക്കെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. റിവർ ഗംഗ ഒറിജിനേറ്റിംഗ് ഫ്രം ഗംഗോത്രി. അപ്പൊ ഗംഗ എവിടെ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഗംഗോത്രിയിൽ നിന്നാണ്.
Gobuk, and its tributaries such as Yamuna, Gangra, Gandak, Kosi are the important rivers of Uttarakhand and Nepal. ആ പ്രദേശത്തുള്ള പ്രധാനപ്പെട്ട നദികൾ. അടുത്ത് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയുക? മാനസരോവര തടാകത്തിനടുത്ത് ക്ഷമയും ഹിമാലയം ഉത്ഭവിക്കുന്ന ബ്രഹ്മപുത്രയും അതിന്റെ പോഷകനദികളായ ദിബാങ്, ലോഹിത്, മാനസ് തുടങ്ങിയവയാണ് കിഴക്കൻ ഹിമാലയത്തിന്റെ നദീവ്യൂഹം എന്ന് പറയുന്നത്. 3 ഭാഗത്ത് നമ്മൾ പറഞ്ഞു. കിഴക്കൻ ബ്രഹ്മപുത്ര റിവറാണുള്ളത്. അവിടുന്ന് ഒരുപാട് പോഷകനദികളുണ്ട്. ഏതൊക്കെയാണ്? ദിബാങ്, ലോഹിത്, മാനസ്, അതുപോലെ തന്നെ ലോഹിത്, ദിബാങ് എന്നൊക്കെയാണ് പ്രധാനപ്പെട്ട പോഷകനദികൾ എന്ന് പറയുന്നത്. ബ്രഹ്മപുത്ര originating from Chamyungdang glaciers near Manasrovar Lake and its tributaries such as Dibang, Lohit, Manas, etc. are the drainage system of the Eastern Himalaya. അപ്പോൾ നമ്മൾ ഈസ്റ്റേൺ ഹിമാലയം, വെസ്റ്റേൺ ഹിമാലയം, അതുപോലെ തന്നെ ഇത് പഠിച്ചു സെൻട്രൽ ഹിമാലയം, അതിന്റെ പ്രത്യേകതകളും അവിടെ ഏതൊക്കെ റിവേഴ്സ് ആണ് അവിടെ ഏറ്റവും കൂടുതൽ ഫ്ലോ ഉണ്ടാവുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഓർത്ത് വെക്കണം, പഠിക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തെല്ലാമായിരുന്നു? ഹിമാലയ മൗണ്ടൻ റേഞ്ചസിന്റെ, നോർത്തേൺ മൗണ്ടൻ റേഞ്ചസിന്റെ എന്തൊക്കെയായിരുന്നു ക്ലൈമറ്റും, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട കുറെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഏതൊക്കെ ഡ്രെയിനേജ് സിസ്റ്റമാണ്, ഏതൊക്കെ റിവേഴ്സ് ആണ്, ഇതൊക്കെയാണ് നമ്മൾ പഠിച്ചത്. ഇന്ന് പഠിച്ച കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. നിങ്ങൾ മാക്സിമം ഈ വീഡിയോ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കൂടുതൽ ലളിതമായ ക്ലാസ്സുകൾക്കായി ബ്രൈറ്റ് ഫ്യൂച്ചർ അക്കാദമിയുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ മറക്കരുത്. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.